മത്സരം ആരംഭിക്കാൻ ഏതാനും നിമിഷങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. ആരാധകരെ അല്പസമയത്തിനകം സ്റ്റേഡിയത്തിലേക്ക് പ്രവേശിപ്പിച്ചതുകൊണ്ട് നമുക്കറിയാം ഇന്ത്യ പാക് മത്സരങ്ങൾക്ക് സ്റ്റേഡിയം ഇളകി മറിയാനാണ് പതിവ്. ഇന്നും അതിന് മാറ്റമുണ്ടാകില്ല എന്ന കാര്യത്തിൽ ഉറപ്പാണ്. മത്സരത്തിന്റെ സുഗമമായ നടത്തിപ്പിനായി പഴുതടച്ച സുരക്ഷാ സംവിധാനങ്ങളാണ് ദുബായിൽ അധികൃതർ ഒരുക്കിയിരിക്കുന്നത്. മത്സരത്തിന്റെ 3 മണിക്കൂർ മുൻപ് തന്നെ ആരാധകരെ അവരുടെ ടിക്കറ്റുകൾക്കനുസരിച്ച് പ്രവേശിപ്പിച്ചു തുടങ്ങും. അതിപ്പോൾ ആരംഭിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരിക്കൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നെ പുറത്തിറങ്ങാൻ സാധിക്കില്ല. അതോടൊപ്പം തന്നെ ഇനി മത്സരത്തിനിടെ പുറത്തിറങ്ങിപ്പോയാൽ പിന്നീട് ഉള്ളിലേക്ക് കയറാനുമാകില്ല. 30,000-ഓളം ആളുകൾക്ക് ഇരിക്കാൻ അവസരമുള്ള കൂറ്റൻ സ്റ്റേഡിയമാണ് ദുബായിലുള്ളത്. സമാധാനപരമായി ഇവിടെ കളി കാണാനുള്ള അവസരമാണ് അധികൃതർ ഒരുക്കിയിരിക്കുന്നത്. മത്സരത്തിന്റെ നടത്തിപ്പിന് തടസ്സമാകുന്ന ഒരു പ്രവൃത്തിയും കാണികളിൽ നിന്നുണ്ടാകരുതെന്ന് പോലീസ് കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മത്സരത്തിന്റെ സുരക്ഷയ്ക്കായി കൂടുതൽ സേനാംഗങ്ങളെ നിയോഗിച്ചിട്ടുണ്ട് എന്നും ദുബായ് പോലീസ് അറിയിച്ചിട്ടുണ്ട്. സ്റ്റേഡിയത്തിനുള്ളിൽ സെൽഫി സ്റ്റിക്കുകൾ, അതോടൊപ്പം തന്നെ മൂർച്ചയുള്ള ഉപകരണങ്ങൾ, ക്യാമറ ഹോൾഡറുകൾ, ക്യാമറകൾ, ബാനറുകൾ, പതാകകൾ, അതോടൊപ്പം തന്നെ റിമോട്ട് നിയന്ത്രിത ഉപകരണങ്ങൾ, സൈക്കിളുകൾ, ഗ്ലാസ് നിർമ്മിത വസ്തുക്കൾ ഉൾപ്പെടെ ഒന്നും കൊണ്ടുപോകാനാകില്ല. ഇതെല്ലാം ഗേറ്റിൽ വെച്ച് തന്നെ പിടിച്ചു വാങ്ങും. അതോടൊപ്പം കൃത്യമായി സ്ക്രീനിംഗ് നടത്തിയ ശേഷമായിരിക്കും ഓരോ ആളുകളെയും അകത്തേക്ക് പ്രവേശിപ്പിക്കുകയും ചെയ്യുക. അതോടൊപ്പം തന്നെ കളി കാണാൻ എത്തുന്ന ആളുകൾ കൃത്യമായി ടിക്കറ്റ് വേണമെന്നും അധികൃതർ പറഞ്ഞിട്ടുണ്ട്. ടിക്കറ്റ് ഇല്ലാതെ സ്റ്റേഡിയത്തിൽ പ്രവേശിക്കുന്നതിന്, അതോടൊപ്പം തന്നെ അവിടെ കരിമരുന്ന് പ്രയോഗം നടത്തുന്നവർക്കുള്ള കടുത്ത ശിക്ഷ അധികൃതർ നൽകുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അതോടൊപ്പം മത്സരത്തിനിടെ പരസ്പരം വാക്കേറ്റം നടത്തുകയോ അല്ലെങ്കിൽ വംശീയ അധിക്ഷേപ പരാമർശങ്ങൾ നടത്തുകയോ ചെയ്താൽ വലിയ പിഴശിക്ഷയും അതോടൊപ്പം തന്നെ തടവ് ശിക്ഷയും ലഭിക്കുമെന്ന് അധികൃതർ പറഞ്ഞിട്ടുണ്ട്. 10,000 ദിർഹം മുതൽ 30,000 ദിർഹം വരെയാണ് പിഴ ഈടാക്കുക. അതോടൊപ്പം മത്സരം കഴിഞ്ഞ ശേഷം തെരുവുകളിൽ പരസ്പരം പോർ വിളിക്കാനോ അതോടൊപ്പം ജാഥകൾ സംഘടിപ്പിക്കുന്നതിനോ ഒക്കെ ഇതിന് ശക്തമായ നടപടി ഉണ്ടാകും. ഇത്തരത്തിൽ ഇന്ത്യ പാക് മത്സരം ഈ ഒരു പ്രത്യേക സാഹചര്യം, അതോടൊപ്പം തന്നെ മേഖലയിലെ സാഹചര്യം ഇതെല്ലാം കണക്കിലെടുത്ത് ശക്തമായ സുരക്ഷാ സംവിധാനങ്ങളാണ് ഇന്നത്തെ ഈ മത്സരത്തോടനുബന്ധിച്ച് അധികൃതർ ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇപ്പോൾ ആരാധകരെ അല്പസമയത്തിനുള്ളിൽ തന്നെ ഇവിടെ ദുബായ് അന്താരാഷ്ട്ര ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലേക്ക് പ്രവേശിപ്പിച്ചു തുടങ്ങും. എന്തായാലും ഇന്ത്യൻ ആരാധകർ വലിയ ആവേശത്തോടുകൂടിയാണ് കാത്തിരിക്കുന്നത്. സഞ്ജു വി സാംസന്റെ വെടിക്കെട്ട് ബാറ്റിംഗ് കാണാനാകുമെന്ന പ്രതീക്ഷയാണ്. ഇന്ത്യ ഇവിടെ തന്നെ വിജയിക്കുമെന്നുള്ള പ്രതീക്ഷ. ഇത്തരത്തിൽ ഇന്ത്യൻ ആരാധകർ വലിയ പ്രതീക്ഷയോടെ തന്നെയാണ് ദുബായ് അന്താരാഷ്ട്ര ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലേക്ക് ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുന്നത്. ശരി, ദുബായിലാണ് മത്സരം നടക്കുന്നത്. രാത്രി 8 മണിക്കാണ് ക്ലാസിക് പോരാട്ടം. അതിനായി ആരാധകർ കാത്തിരിക്കുകയാണ്. സഞ്ജു കളിക്കുമോ എന്നൊക്കെയുള്ള ആകാംക്ഷ മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അരുൺ പാറാട്ട് ദുബായിൽ നിന്ന് തയ്യാറാക്കിയ റിപ്പോർട്ടാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.